നമസ്കാരം. ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡറായ സെർജിയോ ഗോർ ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു. മാത്രമല്ല, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. ഇദ്ദേഹം ട്രംപ് അതായത് ഇന്നത്തെ US-ൻ്റെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തൻ കൂടിയാണ് അദ്ദേഹം ഇന്നലെ ആലപ്പുഴയിൽ വരികയും ടൂറിസവുമായി ബന്ധപ്പെട്ട ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യാൻ വരികയും മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 8-ന് ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു. ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചർച്ചാ വിഷയമായി എന്നുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം, നിക്ഷേപം, സാംസ്കാരിക വിനിമയം എന്നീ മേഖലകളിലെല്ലാം ഇവർ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതും ഇതിൻ്റെ എല്ലാം പുറമെ നമ്മൾ ഇതോടൊപ്പം തന്നെ കൂട്ടി പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഈ പറഞ്ഞ പോലെ FCRA ശക്തമായ നിലപാടെടുക്കുന്ന സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഗവൺമെൻറ്റാണ് നിലവിൽ UDF എന്നുള്ള പറയപ്പെടുന്നത്. നേരെ മറിച്ച് കേന്ദ്രത്തിലോട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ FCRA നിയമത്തെ അതിൻ്റെ കാര്യങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ, BJP ഒരു വശത്ത്, മറുവശത്ത് FCRA അതായത് ക്രിസ്ത്യൻ സമൂഹത്തിലോട്ട് വരുന്ന വിദേശ ഫണ്ടുകളിൽ കൃത്യമായി കാര്യങ്ങൾ ഇടപെടണം എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ വരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയം കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അതേക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. FCRA വേണ്ടതാണോ, അതല്ല FCRA നിരോധിക്കപ്പെടണം അല്ലെങ്കിൽ നിർത്തലാക്കണം, അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നമ്മളിപ്പോൾ അവിടെ പറയുന്നില്ല. പക്ഷേ ഇതിൽ രണ്ട് വ്യത്യാസങ്ങളാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിനും ഉള്ളത്. ഈ വിഷയം ബന്ധപ്പെട്ട് പിന്നീട് അമേരിക്കൻ സെനറ്റിൽ പോലും വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയങ്ങളുണ്ടായിരുന്നു. അമേരിക്കയിലെ പല സെനറ്റ് സിൻഡിക്കേറ്റ് യോഗങ്ങൾ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നു. ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻസിനെതിരെ നീങ്ങുന്ന ഒരു മൂവ്മെൻറ്റാണിത് എന്നുള്ളതും ഇതിനെ അംഗീകരിക്കപ്പെടാൻ പറ്റില്ല എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇന്ത്യയുടെ നിലപാട് പറഞ്ഞത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ളതും ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം, ഏതൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അത് ഇന്ത്യ ഗവൺമെൻറ്റാണ് എന്നുള്ളതും അത് അമേരിക്കയുടെ കാര്യം നോക്കിയാൽ മതി, ഇന്ത്യയുടെ കാര്യം നോക്കണ്ട എന്നുള്ള കാര്യം ഇന്ത്യ കർശനമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇത് ഒരൊറ്റ ഉദാഹരണം മാത്രമല്ല പല കാര്യങ്ങളിലും മെറ്റയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് മെറ്റ ഡിലീറ്റ് ചെയ്തത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോയിരുന്നു. ഏറ്റവും അവസാനം അവരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് ചോദിച്ചറിയുകയും അവർ അവസാനം ഇവിടുന്ന് സങ്കടത്തോട് മടങ്ങി പോകുന്നല്ല നമ്മൾ കണ്ടതായിരുന്നു. അന്ന് തന്നെ ഇന്ത്യ കൃത്യമായി താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അമേരിക്കയിൽ നിയമം ഉണ്ടാവാതിരിക്കാം, അത് നിങ്ങളുടെ കാര്യം, പക്ഷേ ഇന്ത്യയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ പോലുള്ള ഇത്തരത്തിൽ 150ഓളം കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന രൂപങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം, അല്ല നിങ്ങൾക്ക് ഇവിടുന്ന് പെട്ടിയും കടക്കെടുത്ത് പോവാം എന്നുള്ള രീതിയിലായിരുന്നു ഇന്ത്യ ഗവൺമെൻറ് കർശനമായ നിലപാട് മെറ്റയ്ക്കെതിരെ സ്വീകരിച്ചത്. എന്നിരുന്നാൽ പോലും ഈ വിഷയങ്ങളെല്ലാം കടക്കുമ്പോൾ, ഈ ചർച്ചാ വിഷയം നടക്കുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ വിവാദത്തിലോട്ട് അല്ലെങ്കിൽ എല്ലാവരും വലിയ ഭയത്തോടെ കാണുന്ന ഒന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വരവ് എന്നുള്ളതും ഈ ചർച്ച എന്നുള്ളതും. മാത്രമല്ല, ഇവർക്ക് കേരളത്തിൻ്റെ പല തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ സ്വപ്ന പദ്ധതികളുണ്ട്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് അവർ പറയുന്നത് എന്ന് പറയപ്പെടുമ്പോഴും ഏകദേശം നമ്മളുടെ മാരിടൈം മേഖലയിൽ സന്ദർശിച്ചു എന്നുള്ളതും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട പല തുറമുഖങ്ങളും, അതായത് കൊച്ചി തുറമുഖം, വിഴിഞ്ഞം തുറമുഖം, കപ്പൽ നിർമ്മാണം, മാരിടൈം, ലോജിസ്റ്റിക്, കപ്പൽ അറ്റകുറ്റപ്പണികൾ, ഗ്രീൻ ബങ്കറിങ്, അപ്പം ഇത്തരത്തിലുള്ള പല മേഖലകളും ചർച്ച നടന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം പുറകിലൊരു ലക്ഷ്യം അമേരിക്ക അവരുടെ ഒരു ബേസ് അല്ലെങ്കിൽ അവരുടെ ഒരു പിടുത്തം തെക്കേ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ എല്ലാ ഒരു പശ്ചാത്തലം നോക്കുമ്പോൾ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി വിജയുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് തമിഴ്നാട് ഈ പറഞ്ഞ പോലെ തമിഴ്നാടിനെ ഒരു രാഷ്ട്രം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം തമിഴ്നാടും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശുചിതമാകുന്നുള്ളതും ഈ രണ്ട് രാജ്യത്തിനും ഇടയിലുള്ള ബന്ധം ശക്തമാണ് എന്നുള്ള രീതിയിലെല്ലാം അദ്ദേഹം പറയുന്നു. ഇത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകുന്നു. പിന്നീട് അദ്ദേഹം ഇതിന് പിൻവലിച്ച അല്ലെങ്കിൽ മാറ്റി പറയുകയോ ഏതും പ്രകടിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ നമുക്ക് വാക്കുകൾ തെറ്റി പറയാമായിരിക്കാം. ഒരു സംസ്ഥാനം എന്നുള്ളതിന് പകരം ഒരു കൺട്രി എന്നുള്ള രീതിയിൽ അറിയാണ്ട് പറഞ്ഞതായി ഇതിനെ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് എന്തായാൽ പോലും ഇതിനെതിരെ BJP-യിലെയും പല നേതാക്കന്മാരും പരസ്യമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം ഇദ്ദേഹത്തിന് സെർജിയോക്കെതിരെയുള്ള ഒരു ആരോപണം മാത്രമാണ്. അദ്ദേഹമാണ് ഇവിടെ വന്നതും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതും. ഇദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള ദുരുദ്ദേശങ്ങളും ഇതിലുണ്ട്.
മാത്രമല്ല ഇതിൻ്റെ കൂടെ നമ്മൾ പറയുമ്പം ആരാണ് ഇദ്ദേഹം എന്നുള്ളത്, ഇപ്പം ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ അമേരിക്കൻ വിദേശകാര്യ നയതന്ത്ര രംഗത്ത് ഇത്രയേറെ പരിചയമുള്ള ഒരു നേതാവൊന്നുമല്ല. ട്രംപിൻ്റെ വിശ്വസ്തനാണെന്നുള്ളതിനപ്പുറം ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല മുമ്പ് വൈറ്റ് ഹൗസിൽ ഉദ്യോഗസ്ഥ നിയമങ്ങളുടെ ചുമതല വഹിച്ചിരുന്നതും വൈറ്റ് ഹൗസിൽ ആരൊക്കെ ഏതൊക്കെ ഉദ്യോഗസ്ഥ തസ്തികയിൽ ഇരിക്കണം എന്നുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നയതന്ത്ര മേഖല ഇത്തരത്തിൽ കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ കഴിവുള്ള നേതാവൊന്നുമല്ല അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു വെഡ്ഡിങ് DJ ആണ്. കല്യാണത്തിൽ പരിപാടികളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ DJ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നതിനപ്പുറം പലപ്പോഴും നാസയിൽ ഇത്തരത്തിൽ എലോൺ മസ്കിൻ്റെ ഒരാളെ കയറ്റണം എന്നുമായി ബന്ധപ്പെട്ട് പറയുകയും പിന്നീട് അത് നടക്കാണ്ട് ഒരു പല വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുവാദമുണ്ടായിരുന്നു. ആ സമയത്ത് എലോൺ മസ്ക് തന്നെ ഇദ്ദേഹത്തെ പറഞ്ഞത് ഹീസ് എ സ്നേക്ക് എന്നുള്ള രീതിയിലാണ്, അദ്ദേഹം ഒരു പാമ്പാണ് എന്നുള്ള രീതിയിലാണ്. അപ്പം ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് വഴിവെക്കപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹം സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു കച്ചവടം മാത്രമാണ്. കച്ചവടം എന്നതിലുപരി ട്രംപിനെ നമുക്കറിയാലോ, ഓപ്പറേഷൻ അബ്സലൂട്ട് റിസോൾവ് എന്നാണ് പറയുന്ന വെനസ്വേലയിൽ ട്രംപ് കാണിച്ച കാര്യം. അവിടുത്തെ നിക്കോളാസ് മഡൂറോയെ പാതിരാത്രി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു. ഒരു രാജ്യത്ത് കയറിയിട്ട് അവിടുത്തെ പരമോന്നത നേതാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് അവിടുത്തെ എണ്ണക്കനത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അധികാരം തൻ്റെ കയ്യിലാക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യത്തിലോട്ട് ട്രംപ് വെനസ്വേലയിലോട്ട് പോകുന്നു. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകിച്ച് തെക്കൻ കേരളം എന്നറിയപ്പെടുന്നത് നമുക്കറിയാം കരിമണലുമായി ബന്ധപ്പെട്ട പല സാധനങ്ങളും ഇവിടെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ വലിയ തരത്തിൽ ഇന്ത്യക്കത് വലിയ മേൽക്കോയ്മ നൽകുന്നുണ്ട് പല കാര്യങ്ങളിൽ, ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ഒരു വരവിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ അമേരിക്കയുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് പലതരത്തിൽ കാണുന്നവരുണ്ട്. ഇത് അമേരിക്കയുടെ നല്ല ബുദ്ധിയല്ല, അമേരിക്കയോട് എപ്പോഴും ഒരു കൈ അകലത്തിൽ നിൽക്കണം എന്ന് പറയുന്നവരാണ് എല്ലാവരും. അമേരിക്കയോട് ഏറ്റവും അടുത്താലും പ്രശ്നമാണ്, എതിർത്താലും പ്രശ്നമാണ്. അപ്പം ഇന്ത്യയുടെ നിലപാട് തന്നെ എക്കാലത്തും ശരി, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്നുള്ള തീരുമാനമാണ് ഇന്ത്യ എക്കാലത്തും എല്ലാ വിഷയവും റഷ്യയോടും അമേരിക്കയോടും എല്ലാം എടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ വരവ് കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകുന്നു. ഇതൊരു രാഷ്ട്രീയം എന്നതിനപ്പുറത്തോട്ട് അന്താരാഷ്ട്ര അമേരിക്കയുടെ വരവിന് വേണ്ടിയിട്ട് ഇത് വഴി തുറക്കപ്പെടുമോ എന്നുള്ള ആകാംക്ഷയും നിൽക്കുന്നതിന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് VD സതീശൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കേരളത്തിലോട്ട് ഇൻവെസ്റ്റുകൾ വരാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നത് പരിഗണിക്കുന്നു എന്നുള്ള പറഞ്ഞു. വളരെ നല്ല കാര്യമാണ്. എല്ലാതരം ഇൻവെസ്റ്റേഴ്സിനും കേരളത്തിലോട്ട് കൊണ്ടുവരിക എന്ന് പറയപ്പെടുമ്പം അതിന് സ്വാഗതാർഹമാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പം എനിക്കൊണ്ട് എന്തായാലും ഇന്ത്യ ഗവൺമെൻറ് വിഷയങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു നേതാവ് ഇവിടെ വന്നു പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളും പല കാര്യങ്ങളും ഉണ്ട്. ഇതൊരു വെറും ടൂറിസം അല്ലെങ്കിൽ വെറും ഒരു കാഴ്ച കാണാൻ വന്നതിനപ്പുറം കൃത്യമായിട്ടുള്ള ആലോചനയുടെ അല്ലെങ്കിൽ അവരുടെ അജണ്ടയുടെ ഭാഗമായി, പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ടാണോ ഇവിടെ വന്നത് എന്നുള്ളതെല്ലാം കേന്ദ്ര സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എന്താണ് യഥാർത്ഥത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്.